മായം. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് എടുത്തില്ല സാർ. എടുത്തില്ലേ? എടുത്തില്ലെങ്കിൽ ഫൈനാണ് 100 രൂപ. 100 രൂപ കൊടു. വണ്ടി നിർത്തോ. ആ വണ്ടി നിർത്തിയ സാർക്ക് പണിയാവും. പണി തരണം. നിർത്താ വണ്ടി. വണ്ടി നിന്ന് നീ എന്താ ആളെ കളിയാക്ക? എന്റെ പൊന്നു സാറേ, ഞാൻ സത്യം പറഞ്ഞാണ്. ഈ പണ്ടാരം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയാണ്. ലൈസൻസ് 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 എടുക്കാനാണ്. ലൈസൻസ് എടുക്കാൻ. ലൈസൻസ് എടുക്കാൻ വെറുതെ സമയം കളയാതെ ലൈസൻസ് എടുക്കാൻ. ലൈസൻസ് എടുക്കാൻ പോണേണ്. എങ്ങോട്ട്? ഞാൻ ആർടി ഓഫീസിലേക്ക് പോണേണ്. എന്തിന്? ലൈസൻസ് എടുക്കാനായിട്ട്. ഓ, അപ്പൊ ലൈസൻസ് ഇല്ലാതെയാണ് താൻ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്റെ പൊന്നു സാർ, ഇത് ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ പണ്ടാരം ഓടിക്കാൻ പറ്റില്ലെന്ന്. അതേ സത്യം ട്രെയിൻ. എടോ, അപ്പൊ ഈ ലൈസൻസ് ഇല്ലാതെയാണ് താൻ വണ്ടി ഓടിച്ചുകൊണ്ട് ലൈസൻസ് എടുക്കാൻ പോണത്. എന്താണ് തന്റെ എല്ലാം എവിടെ? എന്താണ് എന്റെ എടാ, നിന്റെ അല്ല വണ്ടി ലേണേഴ്സിന്റെ അല്ലേ? ലേണേഴ്സിന്റെ എടുക്കാനാണ് പോണത്. സ്കൂട്ടർ ഓടിച്ചോണ്ട്. സ്കൂട്ടർ ഓടിച്ച് അവിടെ ചെന്ന് അവർക്ക് എനിക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? എടോ, ടെസ്റ്റ് നടക്കുന്നത് അവിടെയാണ്, ഇവിടെ അല്ല. താൻ ഈ ശകട ഓടിച്ചോണ്ട് പോകുമ്പോ ആരെങ്കിലും ഇടിച്ച് മരിച്ചിരുന്നെങ്കിലോ, ആക്സിഡന്റ് പറ്റിയിരുന്നെങ്കിലോ? എടോ, ലൈസൻസ് ഇല്ലാതെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ മുകളിൽ ഇരിക്കുന്നത് പോലും തെറ്റാണ്. താൻ നിയമം തെറ്റിക്കുമല്ലേ? നിയമം തെറ്റിക്കുമല്ലേ? എന്താണ് ചെയ്യാൻ പോണത്? ചാർജ് ചെയ്യാൻ പോണം. ചാർജ് ചെയ്തത് മൊബൈലാ. മോനിക്ക് എന്താണ് വേണ്ടത്? ഷാർക്ക് എന്താണ് വേണ്ടത്? ഞാൻ ചാർജ് ചെയ്യാൻ പോണം. ചാർജ് ചെയ്തിരുന്ന് ഞാൻ വേറെ ചാർജ് ചെയ്യാ. ചാർജ് പിടിച്ച് ഉള്ളി വാങ്ങിക്കാൻ വെച്ച കാശാണ്. ഇതെന്താണ്? 100? ഒരു 200 കൂടെ കൊടു. എന്റെ പൊന്നു സാറിന്റെ പേര് ഷഹിജന്നാണല്ലേ? എന്റെ മാമാന്റെ മോനും പോലീസ് കോൺസ്റ്റബിളാണ് ട്രാഫിക്കില്. എന്താ പേരെന്താ? കബഡിലാൽ. കബഡിലാൽ? ഓ, കബഡിലാൽ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ? കബഡിലാൽ ഞങ്ങള് ഭയങ്കര മറ്റൊരു കളിയിലാണ്. ഈ കബഡിലാലിനെ ദിവസം കാണോ? പിന്നെ ദിവസം കാണാനുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസം. ഇന്നാ പിന്നെ നേരത്തെ പറയണ്ടേ? അതാണ്. എന്നാ കൂടെ ഒരു 100 കൂടെ. അവൻ എനിക്കൊരു 100 കടം തരാണ്ട്. നിങ്ങൾ ദിവസം കാണുന്ന ആളുകളല്ലേ, കാണുമ്പോ തിരിച്ചു കൊടുക്കാലോ. ആണോ? എന്തെന്നാലോ? എന്താ, നിങ്ങൾ അമ്മാവന്റെ മോനല്ലേ? അമ്മാവന്റെ മോനൊക്കെ തന്നെയാണ്. 100 രൂപ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാറേ, അപ്പൊ ഈ 100 രൂപ എനിക്ക് തിരിച്ചു തന്നൂടെ? ഈ 100 രൂപ ഞാൻ മറ്റേ കാബഡിലാലിന്റെ അളിയനാണ് സാറേ. നിങ്ങൾ അളിയനും മച്ചമ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് മേടിച്ചത്. പോ. അവനാരാണ് മോന്? ഇതൊരു കബഡി കളി ആയി പോയല്ലോ. സാറേ ഒന്ന് കൈവെക്കുക. കൈവെക്കാനുള്ള കേസൊന്നുമില്ലടോ, ലൈസൻസ് പ്രശ്നമല്ലേ? വിട്ടോ. അതല്ലെന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, ഈ വണ്ടി നിർത്തിയ പണിയാണെന്ന്. ഒന്ന് കൈവെക്ക് സാറേ, തള്ളി എന്നാലേ സ്റ്റാർട്ട് ആവുള്ളൂ. തള്ളലിന് വേറെ കാശാവേ? പിന്നല്ല. ഇതാണ് കബഡിലാലിന്റെ കുഴപ്പം. പേപ്പറിൽ സ്റ്റാമ്പ് വെക്കുന്നത് സാറാണ്, പക്ഷെ പെർമിറ്റ് കൊടുക്കുന്നത് ആരാണ്? ഈ ഞാൻ. കണ്ടാൽ വിറയ്ക്കും. സാറോ? എടോ, എന്നെ കണ്ടാൽ സ്റ്റാഫുകൾ വിറയ്ക്കും. അത് പിന്നെ എനിക്കറിയില്ലേ. എനിക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. നന്നായിട്ട് ഓടുക വേണം. എന്ത് പരിപാടിയാണ്? മുറുക്കിന് തുപ്പണ? മുറുക്കിന് തുപ്പില്ലാതെ വയറിന് കേടാ. ഇവിടെ തുപ്പലെന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടില്ലേ? ഞാൻ അവിടെ അല്ലല്ലോ തുപ്പിയത്, ഞാൻ തുപ്പിയത് ഇവിടെ അല്ലേ? അത് ശരി, മനുഷ്യന്റെ കാലിൽ തുപ്പിട്ട് ന്യായം പറയടാ നീ. തുപ്പലി സോറി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, അത് പോട്ടെ, ഇയാൾ എന്തിനാ വന്നത്? ഞാനിവിടെ ലൈസൻസ് എടുക്കാനായിട്ട്. ലൈസൻസ് എടുക്കാനോ? എന്തിന്റെ ലൈസൻസ്? 2 വീലറിന്റെ. ലാംബി. തനിക്ക് ഞാൻ ലൈസൻസ് എടുത്തു തരാം. അതിനല്ല, നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നല്ലേ? എനിക്ക് ലൈസൻസ് എടുത്തു തരുമല്ലേ? നിനക്ക് എന്നെ അറിയാൻ വയ്യാഞ്ഞിട്ടാ. നിങ്ങളാരാണ്? ഞാൻ സത്യശീലൻ. നല്ല മനുഷ്യൻ. അപ്പൊ ലൈസൻസ് എടുത്ത പാവല്ലേ? നിങ്ങളും പാവാണ്, ഞാനും പാവാണ്. അയ്യോ, എന്തേ സത്യശീല പുറത്തൊരു ഒച്ചയും വിളിയൊക്കെ കേട്ടത്? പുറത്തൊരുത്തം വെറുതെ കോർക്കാൻ വരിക. അവരിട്ട് നാരാങ്ങട് കൊടുത്തു. എന്നിട്ട് അന്റെ കാറിലാണല്ലോ ഞാൻ ഇങ്ങോട്ട് കേട്ടത്. ഞാൻ കാറിയോ? ഞാൻ കാറിയോ? പിന്നെ കാറിട്ടുണ്ടാവും. കാറിനെ കിട്ടിക്കുമ്പോ ഞാൻ കാറും,
കാറിയിട്ട് ഇടിക്കണത് എന്റെ ഒരു ശീല. സത്യശീല, ഈ അടി എന്ന് പറയുമ്പോ നമ്മൾ രണ്ടു തരം അടീന്റെ കാര്യം ഓർക്കണം. ഒന്ന് കൊടുക്കുന്നവൻ കൊടുക്കുന്ന അടി, രണ്ട് കൊള്ളുന്നവൻ കൊള്ളുന്ന അടി. ഈ കൊടുക്കുന്നവൻ കൊടുക്കുമ്പോ കൊള്ളുന്നവൻ ഒരു കാറിലുണ്ട്. ഈ കാറിലല്ല കൊള്ളുന്നവൻ കൊടുക്കുന്നവന് കൊടുക്കുമ്പോൾ കിട്ടുന്ന കാറിൽ. ഈ രണ്ട് കാറിലും വ്യത്യാസമാണ്. അങ്ങനെ ഈ കാറിൽ കേൾക്കുമ്പോ ആര് കാറി ആര് കൊടുത്തു എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മളുള്ളിൽ ഉണ്ടാവും. ഇതേ മനസ്സിലായോ? ഒന്ന് മനസ്സിലായി? അതായത് നമ്മളെടുത്ത് ആര് ലൈസൻസ് ചോദിച്ചു വന്നാലും ഞമ്മക്ക് കിട്ടാനുള്ള കമ്മീഷൻ ഞമ്മക്ക് കിട്ടണ്ടേ, അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുവോ? അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഒരാൾ വന്നിട്ടുണ്ട്. ആരാണ്? വണ്ടിയുടെ രജിസ്ട്രേഷനുമായിട്ട് ഒരാള്. കള്ളവണ്ടി ഒന്നും അല്ലേ അയക്കൂ? നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? ആ, പേപ്പറൊക്കെ ശരിയാണല്ലോ. എല്ലാം ശരിയാണ്. നോക്കട്ടെ നോക്കട്ടെ. ആ, വേണ്ട പേപ്പറൊക്കെ ഇല്ലേ? ആ ഉണ്ട്. ആ സാറേ, ആ വരുന്ന ആളെ കണ്ടോ? ആ, ബന്റെ സൂസിന്റെ മേലെ ലജ്ജി നേരത്തെ തുപ്പിയത്. അത് സാറെങ്ങനെ അറിഞ്ഞു? അന്റെ ഉന്നം ബൈക്കില്ലാന്ന് ഞമ്മക്കറിയില്ലേ? ഓനെ ലൈസൻസ് ഉണ്ടാക്കാൻ വരിക. ഡോണ്ട് വറി, ഓനെ ഞാൻ ഉണ്ടാക്കി കൊടുക്ക ലൈസൻസ്. അങ്ങോട്ട് വരട്ടെ. എങ്ങനെയുണ്ട് മസാലപ്പൊടി കച്ചവടമൊക്കെ? തെറ്റില്ല, നന്നായി പോണു. ഭയങ്കര എരിവായിരിക്കും അല്ലേ? വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കൂ. എന്ത്, ഒലക്കയോ? അല്ല, ഒലക്കയുടെ മൂട്. അതെ, കുറച്ചു നേരം ഇതൊന്ന് പൊടിച്ചു നിക്കോ, ഞാൻ ഇപ്പൊ വരാം. ലൈസൻസ് എടുക്കണം. എടുത്തോ. അതിന് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? മസാല ഇടിക്കണം. പറ്റുമോ? മസാല ഇരിക്കാനാ? മസാല ഇരിക്കാനും പറ്റില്ല. ഏതിനു വേണ്ടിയാ? 2 വീലർ ആണോ അതോ 3 വീലർ ആണോ അതോ 4 വീലർ ആണോ? 2 വീലർ. ലേണേഴ്സാ? ആ, ലേണേഴ്സാണ്. എന്നാ അതെ, നേരെ അങ്ങോട്ട് പോണം. നേരെ അങ്ങോട്ട് പോയാൽ മതിയോ? ആ മതി. നേരെ അങ്ങോട്ട് പോയാൽ ലൈസൻസ് കിട്ടുമോ? ഞാൻ നേരെ അങ്ങോട്ട് പോയാ മതിടോ. അവിടെ വെള്ള ഷർട്ട് ഇട്ടതാണ്, കട്ടി വീശുള്ളതാണ്. താനൊന്ന് പോയേ. ഞാൻ എന്റെ ലൈസൻസ് എങ്ങനെ ശരിയാക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുക. ചെല്ലടോ. കേട്ടൊരു സിംഗിൾ വീലർ. ഇത് എന്ത് ജാതി സാധനങ്ങളത്? സാറേ, ദാവം വരുന്നുണ്ട്. ആ, വരട്ടെ വരട്ടെ. ലൈസൻസ്. ആ, എന്നോട് ലൈസൻസ് ചോദിക്കാൻ ഈ ആരാണ്ടോ? ലൈസൻസ് എടുക്കാൻ. അതെന്നാ ചോദിച്ച എന്നോട് ലൈസൻസ് എടുക്കാൻ പറയാ ഈ ആരാന്ന്? അതല്ലെന്ന്, ഞാൻ ലൈസൻസ് എടുക്കാൻ വന്നാന്ന്. അങ്ങനെ പറയ്. ഏതാ എന്റെ വണ്ടി? 2 ചക്ര 3 ചക്ര 4 ചക്ര? എന്ത് കീർത്തി ഏക്കറ്? എടോ, വണ്ടി 2 ഏക്കറിലാണോ 3 ഏക്കറിലാണോ 4 ഏക്കറിലാണോ? 2 ഏക്കറല്ലാണ്. ആ, സ്കൂട്ടർ. ആ, ലാംബി. ആ, ലേണിങ്ങാ? ആ, ലേണിങ്ങാണ്. ആ, ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ? ഫോം ഫില്ല് ചെയ്തിട്ടില്ല. ഫോം ഫില്ല് ചെയ്യണം. ആ, ഫോം എവിടെ കിട്ടും? അത് പുറത്ത് ജനലിനടുന്ന് കിട്ടും. പുറത്ത് വെച്ചപ്പോ പറഞ്ഞ അകത്ത് കിട്ടുമെന്ന്. ആര് പറഞ്ഞ്? ആരോ പറഞ്ഞു. ഈ ആരോ പറയുമ്പോലല്ല അവിടെ കാര്യങ്ങള്. ആ, പിന്നെ ശരിക്കും ഫോം എവിടെ കിട്ടും? സാറേ, ശരിക്കും കിട്ടുന്ന സ്ഥലം തന്നെ പറഞ്ഞു കൊടുക്കണേ. എന്താണ്? ഈ ഒരു പണി, ഈ ധനഞ്ജയനെ പോയി കാണും. ഓൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും. ധനഞ്ജയനാ? ധനഞ്ജയൻ എവിടെയാണ്? ആ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആയിരിക്കുന്ന ആളാണോ ധനഞ്ജയൻ? ആയിരിക്കുന്ന ആളല്ല ധനഞ്ജയൻ. ഈ ഇരിക്കുന്ന ആളാണോ ധനഞ്ജയൻ? അയാളും അല്ല. ഞാൻ പറഞ്ഞ ധനഞ്ജയനെ പോയി നോക്കി കണ്ടുപിടിക്ക്. ഇവിടെ ഒരുപാട് പണിയുണ്ട്, അതിനിടയ്ക്ക് വന്ന് ഇടങ്ങറാക്കരുത്. ആ, അപ്പൊ അത് പുള്ളിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലൈസൻസ് തരുവാ? ആ, ലൈസൻസ് തരണോ തരണോ ഞങ്ങൾ തീരുമാനിക്കും. ആ, അതാണ് ഞാൻ പറഞ്ഞേ. ഏതിനെടുത്തു നോക്കി. സാറേ, ആരേ ധനജയൻ? ആ, അങ്ങനെ ഒരാളില്ലേ ഈ ഓഫീസിൽ? അങ്ങനെ ഒരാളില്ലല്ലോ. ഓൻ തെരഞ്ഞു പിടിക്കട്ടെ. ഓൻ എനിക്കൊരു പണി തന്ന ആളാണല്ലോ. ധനഞ്ജയൻ. ആ, പറയൂ മിസ്റ്റർ ധനഞ്ജയൻ. ഞാൻ ധനഞ്ജയനല്ല, സ്വയംഭരൻ. ഷാർക്കാണ് ധനഞ്ജയൻ. ആർക്ക്? ഷാർക്കിയുടെ പേരാണ് ധനഞ്ജയൻ. ഓ, അത് ശരി. അപ്പൊ ഞാനാണ് ധനഞ്ജയൻ. ആ, അതാണ് ഞാൻ പറഞ്ഞത്. താൻ ധനഞ്ജയനല്ല. ഞാൻ ധനഞ്ജയനല്ല, ഞാനാണ് ധനഞ്ജയൻ. ആ, ഷാരാണ് ധനഞ്ജയൻ. എന്താണ് ആവശ്യം? പറയൂ. ഞാൻ ധനഞ്ജയൻ സാറിനെ കാണാൻ വേണ്ടി വന്നാണ്. എന്നാ ഞാൻ ധനഞ്ജയനല്ല. ആ, സാറാണ് ധനഞ്ജയൻ. സാറിന് മീശ ഉണ്ടായിരുന്നൂടെ? സാർ ധനഞ്ജയൻ സാറാണെന്ന്. സാറാണ് ധനഞ്ജയൻ. ഞാൻ ധനഞ്ജയനല്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ? പിന്നെ സാറാരാണ്? ഞാൻ ശീതളൻ. ശീതളനാ?
ധനഞ്ജയനല്ലേ? അല്ല. ശീതളിലാണ്. ആ അങ്ങനെ പറയാ. അല്ല അപ്പൊ ധനഞ്ജയൻ എവിടെയാണ്? എടോ എനിക്കെങ്ങനെ അറിയാം ധനഞ്ജയൻ എവിടെയെന്ന്? താൻ അവിടെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കണോ? എനിക്കൊരുപാട് പണിയുള്ളതാണ്. ആ ഞാൻ കണ്ട് മസാല ഇടിക്കലല്ലേ ജോലി. തനിക്ക് ഞാനില്ലടോ ശീതളന്റെ പേരുമായിട്ട് മസാല ഇടിക്കാനായിട്ട്. നിങ്ങൾ ഈ ഓഫീസിലെ സ്റ്റാഫല്ലേ, നിങ്ങൾക്കറിയില്ല ധനഞ്ജയൻ സാർ ആരാണെന്ന്? ആ ധനഞ്ജയൻ സാർ തെരഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് എന്തുമാത്രം വിഷമിക്കും. മൂപ്പര് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് മനുഷ്യനാണിത്? മസാല ഇടിക്കാൻ ഞാനില്ലാത്തവൻ. എന്തിന് എണിച്ചേടോ? ഞാൻ ധനഞ്ജയൻ സാറുമായിട്ട് എണീറ്റ് പോയില്ലെങ്കിൽ വേണ്ടട്ടാ ധനഞ്ജയനല്ലാത്തവനെ. എന്താ ഇത്? ഇത് നിങ്ങളാണോ ധനഞ്ജയൻ? ധനഞ്ജയൻ സാറ് ഫോം കൊടുക്കണേ? നിങ്ങൾ ദേവനാണോ? ഞാൻ ദേവനും ദേവതയൊന്നുമല്ല, ഞാൻ സ്വയംവരൻ. ഈ ധനഞ്ജയൻ സാറിന്റെ ഇവിടെ ഫോം കൊടുക്കുന്നത് ധനഞ്ജയൻ സാർ എവിടെയാണ്? അതല്ലാന്ന് ദേവനാണ് കൊടുക്കുന്ന ഫോം. ഫോമാ? വേറൊരാള് പറഞ്ഞു സോമനാ കൊടുക്കണേന്ന്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ദേവനാ കൊടുക്കണേന്ന്. എന്റെ അടുത്ത് പറഞ്ഞ ധനഞ്ജയനാണെന്നാണ് പറഞ്ഞത്. അല്ലാന്ന് പിന്നെ ദേവൻ തന്നെ. നിങ്ങളോട് ആരാ പറഞ്ഞ ദേവനാ ഫോം കൊടുക്കണേന്ന്? ഓ അതെ അതെ ദേ നിക്കണം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എടോ ഫോം ശീതളിനടുത്ത് പോയാൽ കിട്ടും. അങ്ങനെ ഫോം ശീതളിന്റെ അടുത്തോട്ട് ഞാൻ വാങ്ങിക്കണില്ല. എനിക്ക് ധനഞ്ജയന്റെ അടുത്തോട്ട് പോയിട്ടുള്ള ഫോം മതി. എടോ അതിന് ഫോം ശീതളിന്റെ കയ്യിലാണല്ലോ. പിന്നെ എന്തിനാണ് സാറ് പറഞ്ഞത് ധനഞ്ജയനാണ് ഫോം കൊടുക്കണത്? ഞാൻ എന്താ പറയുന്നത് തീരുമാനിക്കണ്ട. ശീതളിന്റെ അടുത്ത് പോയി ഫോം മേടിക്കണോ? അപ്പൊ ഫോം ശീതളിന്റെ അടുത്ത് അവിടെ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു. അല്ല ആരാ ഈ സോമൻ? എന്നെ കൂടെ പറയിപ്പിക്കണ്ട. ധനഞ്ജയ നമുക്ക് പോയി നോക്കാം. പറയൂ. ഞാൻ ധനഞ്ജയൻ. അല്ല സാറ് ശീതളൻ സാറാണ്. അല്ല മിസ്റ്റർ, ഞാൻ ധനഞ്ജയനാണ്. ഒന്ന് പോ സാറേ, എനിക്കറിയാലോ സാറ് മാതളൻ സാർ അല്ല ശീതളൻ സാറാണെന്ന്. ശരി, എന്താ കാര്യം? എനിക്ക് ആ ലൈസൻസിന്റെ ഫോം വേണം. ഫോം വേണം അല്ലേ? ഫോം വത്സല മേഡം, ആ ഫോം എവിടെ? ഹലോ, ഉണ്ടല്ലോ. വത്സല മേഡം ഫോൺ ഫോൺ. എടോ വത്സല മേഡത്തിന് ഒരു ഫോൺ ഉണ്ടെന്ന് പറ. വത്സല മേഡം ഫോണുണ്ട്. അവിടെ ചെന്ന് പറയടോ. ഞാനാ? ഒന്ന് പറയടോ. ഞാൻ പറയാ. വത്സല മേഡം, വത്സല മേഡത്തിന്റെ ഫോണ് ശീതള സാറിന്റെ റൂമില്. എനിക്കോ? ആ ഈ ഒലയ്ക്ക് ഒന്ന് പിടിക്കോ? പിടിക്കാം. ഞാനിപ്പോ വരാം. അതെ വെറുതെ നിക്കണ്ടാട്ടോ, ഇടിച്ചോളൂ. താനിടിച്ചാ നന്നായി പൊടിയും. താങ്ക് യു. ഹലോ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഈ ലൈസൻസ്, ഫോം, രജിസ്ട്രേഷൻ, ടാക്സ് ഇതിന്റെ ഒക്കെ ഇടയിൽ വേണ്ട എനിക്ക് മസാല ഇടിക്കാൻ. എന്താടോ നോക്കിയിരിക്കണേ? പണിയെടുക്കടോ. അയ്യോ അതിവിടെ പറഞ്ഞതാ. അതിന്റെ തിരക്കൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നേ. ഈ ജോലിക്കിടയിലാണ് ഞാൻ ഈ മസാല കച്ചവടമൊക്കെ നടത്തേണ്ടതേ. നിങ്ങൾക്ക് മല്ലിപ്പൊടിയല്ലേ വേണ്ടേ? തരാലോ, നാളെ തന്നെ ഞാൻ എത്തിക്കാം. ശരി എന്നാ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. മല്ലിപ്പൊടി കൊടുക്കാനുള്ളത് വേഗം ഇടിക്കടോ. അത് ഇടിച്ചു പൊടിച്ചിട്ടിരിക്കാണ് എന്റെ കാല്. അയ്യോ. അതെ, ലൈസൻസിന്റെ ഫോം എവിടെ കിട്ടും? അതവിടെ ഇരിക്കണേ. എവിടെ? നമ്മുടെ ശീതളല്ലേ, അയാളുടെ ഡ്രൈവറുടെ അടുത്ത്. എന്നെ നേരത്തെ പറഞ്ഞൂടെ? എന്നാ പിടി ഒലക്ക. ശീതള സാറേ, ഈ ഫോം ഫില്ല് ചെയ്ത് ശരിയാണോ എന്ന് നോക്കൂ. ഫോം ഫില്ല് ചെയ്തൊക്കെ ശരിയാണ്. ആദ്യം ലേണിംഗ് ലൈസൻസ് തരും. അത് കഴിഞ്ഞൊരു മാസം ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ലൈസൻസ് തരും. അതുവരെ എല്ല് വെച്ച് ലേൺ ചെയ്യണം. എല്ലില്ലാതെ എന്നെ വണ്ടി ഓടിക്കാൻ എനിക്കറിയാന്ന്. 7-8 വർഷമായിട്ട് ഞാൻ ഓടിക്കുന്നതിനാ വണ്ടി. 7-8 വർഷമായിട്ട് ഓടിക്കുകയാണെന്നോ? ലാംബി. എന്നാ പിന്നെ ഇപ്പൊ എന്തിനാ ലൈസൻസ്? അത് മൊബൈലിന്റെ സിം കാർഡ് എടുക്കാനായിട്ട്. അവര് പറഞ്ഞ ലൈസൻസിന്റെ കോപ്പി വേണമെന്ന്. അപ്പൊ തൽക്കാലം എല്ല് വെച്ച് ഓടിക്കേ. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വാ, അപ്പൊ പറയാം എല്ലെടുത്ത് മാറ്റണോന്ന്. എല്ലെടുത്ത് മാറ്റാൻ എന്റെ ഓപ്പറേഷൻ പോലെ നടത്തുന്നുണ്ട്. താൻ എണീറ്റ് പോയേ, ഇല്ലെങ്കിൽ എല്ലല്ല തന്റെ പല്ല് കാണില്ല. അപ്പൊ ഞാൻ എന്താ പഠിക്കണ്ടേ? പോയി പഠിച്ചിട്ട് വാടോ. ഇനി എന്ത് പഠിക്കാനാണ്? ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ അത് പഠിച്ച ലൈസൻസ് കിട്ടുക. അപ്പൊ ഞാൻ ഒരു മാസം എല്ല് വെക്കാം, പിന്നെ എല്ല് പോയിട്ട് ഈ സാനിറ്റേഷൻ പഠിച്ചിട്ട് വരാട്ടെ. മതി പോ. ശരി. പറയൂ, എന്താണ് ട്രാഫിക്? ട്രാഫിക് ഒരു സിനിമയുടെ പേരാണ്. തനിക്ക് ട്രാഫിക് റൂൾസ് അറിയോന്നാ ചോദിച്ചേ? ട്രാഫിക് റൂൾസ് അറിയാം. അങ്ങനെയാണെങ്കിൽ താൻ പറയൂ, സ്കൂട്ടർ ഓടിക്കുമ്പോ സൈഡിലേക്ക് തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് കൈ കാണിക്കണം.
വലത്തോട്ട് തിരിക്കണമെങ്കിൽ വലത്തെ കൈ കാണിക്കണം. ഇതെന്റെ ഇടത്തെ കൈയല്ലേ? ആ, ഈ വലത്തെ കൈ കാണിക്കണം. അപ്പൊ സൈഡിലേക്ക് തിരിക്കണമെങ്കിൽ സൈഡിലത്തെ കൈ കാണിക്കണം. തനിക്ക് എത്ര കൈയുണ്ട്? 2 കൈ. അപ്പൊ പിന്നെ ഇത് പറഞ്ഞതോ? ഇത് പറഞ്ഞു പോയതാണ്. ഇത് ഇടത്തോട്ട് കാണിക്കണമെങ്കിൽ ഈ കൈ കാണിക്കണം. ആ, കാണിക്കാം. അപ്പൊ അടുത്ത ചോദ്യം, നിങ്ങൾ സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു പാണ്ടിലോറി ഭയങ്കര സ്പീഡിൽ വരുന്നു. നിങ്ങളുടെ സ്കൂട്ടറിനാണെങ്കിൽ ബ്രേക്കും ഇല്ല, എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാണ്? പാണ്ടിലോറി എല്ലാം ചെയ്തോളും. താൻ ഹാൻഡ് ബ്രേക്ക് പിടിക്കണ്ടോ? ആ, ശരിയാണ്. പെട്രോൾ ടാങ്കിലായി കഴിഞ്ഞാൽ എങ്ങനെ പുറത്തു വരും? പെട്രോൾ ടാങ്കിലാ? ഞാനാ? താനല്ലടോ, പെട്രോൾ ടാങ്കിലായി കഴിഞ്ഞാൽ എങ്ങനെ പുറത്തു വരും? അത് പിന്നെ ആക്സിലേറ്ററിലൂടെ. ക്ലച്ച്, ബ്രേക്ക്, തോച്ച്. ശരിക്കും ശരിക്കും തോച്ച്. ക്ലൂ വേണം? ക്ലൂ വേണം. ഇതിൽ നോക്കിയിട്ട് ഉത്തരം പറയൂ. ആ, വണ്ടി കുണ്ടുമ്പിലേക്ക് വീണ്. ഓ, സൈലൻസർ കൂടെ പുകയായിട്ടാണ് അത് പുറത്തു വരുന്നത്. ആ, അതാണ് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, ഈ നഗരത്തില് എത്ര സിഗ്നൽ ഉണ്ട്? ഈ നഗരത്തിലാ? ഈ നഗരത്തില് അതെ, ഞാൻ ഈ നഗരത്തിലുള്ള ആളല്ല, ഞാൻ ഫോർട്ട് വെച്ചാണ്. അവിടെയാണെങ്കിൽ ഒരു 2-3 സിഗ്നൽ കാണും. കറക്റ്റ്. അല്ല, ഈ ലോകത്തിൽ ആകെ 3 സിഗ്നലേ ഉള്ളൂ. അതെ, ചുവപ്പ്, ഓറഞ്ച്, പച്ച. ആ, ശരിയാണല്ലോ. അപ്പൊ നീ ലാസ്റ്റ് ചോദ്യം, ആ, നിങ്ങൾ ഡിം അടിക്കാറുണ്ടോ? റമ്മടിക്കാറുണ്ട്. ഇത് സ്റ്റാർട്ട് ആവോ? മോനിക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? അല്ല, മാഡത്തിക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? ഇത് സ്റ്റാർട്ട് ആവണം. യോഗം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവും. പിന്നെ ഇത് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നിർത്താനാണ് പ്രയാസം. എടാ, നിർത്താൻ ഈ കീ ഒന്ന് തിരിച്ചാ പോരെ? എന്റെ പൊന്നു സാർ, ഇത് പഴയ സിസ്റ്റം ആണ്. ഇതിങ്ങനെ ഫസ്റ്റ് ഇട്ടിട്ടൊക്കെ എടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. എടുക്ക്. ഞാൻ നോക്കട്ടെ. മരിച്ചൊന്നും ഒതുങ്ങോ? ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ട് ഈ കുഞ്ഞിയ വണ്ടി ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണല്ലോ അല്ലേ? ഇത് പഴയതൊന്നും ഇല്ലെന്ന്. സ്റ്റാർട്ടായി. തനിക്ക് യൂ ടേൺ എടുത്തിട്ട് വരാൻ അറിയോ? മാഡത്തിക്ക് എത്ര യൂ ടേൺ വേണം? അല്ലെങ്കിൽ തനിക്ക് ഡബിൾസ് എടുത്ത് പോകാൻ അറിയോ? ഡബിൾസാ? മാഡത്തിക്ക് കയറിക്കോ, നമുക്ക് പോയിട്ട് വരാം. ശീതളൻ കേറിക്കോളൂ. ഞാനോ? ടെസ്റ്റ് നടത്തണ്ടേ? വണ്ടി എടുക്കണോ? ഇങ്ങനെ ചതിയായി പോയിട്ടാ. കണ്ടില്ലെങ്കിൽ ഒരു ആംബുലൻസ് വിട്ടേക്കട്ടോ. അത് ഞാൻ ഏറ്റു. ഹാപ്പി ജേർണി. വണ്ടി എടുക്കണോ? മാത്രം ഒന്ന് ചരിഞ്ഞേ. എന്റെ അമ്മേ. നേരെ 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 നോക്കി ഓടിക്കണോ? നേരെയാണ് പോണി. ഇത് വെറുതെ അങ്ങോട്ട് ടെസ്റ്റ് ഒന്നും കിട്ടില്ല. പിന്നെ നേരെ പോട്ടെ. ഇതെന്റെ അവിടെ ഇവിടെ നോക്കാം. നേരെ നോക്കി ഓടിക്കും. അതെന്റെ നോക്കണോ? കുഞ്ഞാപ്പാന്റെ മോനാണ് നീ. താനൊക്കെ എന്തിനാണോ ഇത് പഠിക്കാൻ നിന്നത്? നാളെ ഇരുത്തി വലിക്കണ പോലെ ഉണ്ട്. ലൈസൻസ് എടുക്കണം സാറേ. അവിടെ നോക്കാൻ. ഈ ചേച്ചി ഒറ്റ അടി അടിച്ചാണല്ലോ, ബാക്കിയുള്ളവരുടെ ജീവനും കൊണ്ടാ പോണതാൻ. എന്റെ അമ്മേ. ഗീറ് നോക്കി ചേഞ്ച് ചെയ്യേ. സാറേ ഗീറ്? ഈ പണ്ടായിരത്തിന് ഗീറൊന്നും ഇല്ലെന്ന്. എടോ, നേരെ നോക്കണോ? ഞാൻ നേരെയാണ് നോക്കണത്. ലെഫ്റ്റ് ലെഫ്റ്റ്. ഈ സ്ഥലം ഉണ്ടല്ലോ സാറേ, കൈ കാട്ടിയേ ഇവിടെ. ആ സ്ഥലത്ത് കീപ്പ് ചെയ്ത് പോ. കൈ പിടിക്കണോ? ആ കയ്യാണ് പിടിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. തേട് ഗീറിടാൻ. തേട് ഗീറാണ് ഇട്ടിരിക്കുന്നത്. മതി മതി മതി. മൂലിക്കിടാവിനൊക്കെ നേരെ നോക്കണോ? മൂലിക്കിടാവ് താനെന്താ കന്ന് മേടിക്കാൻ വന്നതാ? നേരെ നോക്കി നടക്കണോ? അപ്പന് കൊണ്ട് മൂലിക്കച്ചോടായിരുന്നു. പോട്ടെ 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 പോട്ടെ. അത്ര റേസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ റേസ് ചെയ്യണല്ല, നീ സ്കൂട്ടർ എങ്ങനെയാണ്? ഗട്ടർ ഗട്ടർ ഗട്ടർ. മെല്ലെ മെല്ലെ മെല്ലെ. ഒരു പെണ്ണ്, ഒരു പെണ്ണ്. ഞാൻ എന്തൊക്കെ സർക്കസ് കളിക്കാ വണ്ടിയിൽ നിന്നിട്ട്? സർക്കസിൽ നിന്ന് ടെസ്റ്റാണ് നീ. നേരെ നോക്കി ഓടിക്കണോ? സാറെങ്ങനെങ്കിലും ലൈസൻസ് അങ്ങോട്ട് നോക്കണം. അങ്ങോട്ടാണ് നോക്കണത്. നിർത്താൻ പറഞ്ഞ റോഡിന്റെ നടുക്ക് കൊണ്ടല്ല നിർത്തുക. എവിടെയെങ്കിലും സൈഡാക്കി നിർത്തണം. സൈഡ്, അതാണ് ഞാൻ പറഞ്ഞത്. സൈഡിലേക്ക് പോയില്ലേ? എന്താണ് ട്രിപ്പിൾസാ? അല്ല, അവിടെ അല്ലത് ട്രിപ്പിൾസാ. ഞങ്ങള് രണ്ടുപേരല്ലേ ഉള്ളൂ. ഇയാളെ ഒന്നായിട്ട് കൂട്ടാൻ പറ്റില്ല. ആ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെങ്കിൽ എടുത്ത് കൊടുത്തോ. വെല്ലും കൊടുത്തിട്ട് പോകാം. കൊടുക്കാണ്. ഇതെന്താണ് സാറേ ടോൾ ബൂത്ത്? അങ്ങോട്ട് പോകുമ്പോഴുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ. അങ്ങോട്ട് പോകുമ്പോ നിയമം തെറ്റിച്ചു, ഇങ്ങോട്ട് വരുമ്പോൾ നിയമം തെറ്റിച്ചു. ആ പോട്ടെ 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 പോട്ടെ. ഇനി നിന്ന് ഇനി ബാക്കിയുള്ളതും കൂടി കൊടുക്കണ്ട. ഇനി ഞാൻ എവിടെയാ നിർത്തണ്ടേ? ആ, സ്റ്റാർട്ട് ചെയ്ത് പണ്ടാരെ ഇത് നീങ്ങുന്നില്ലല്ലോ. പുകയാ വരണേ. ലൈറ്റ് ഇല്ല, ഇൻഡിക്കേറ്റർ ഇല്ല, പിന്നെ സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട്. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നിർത്താനും ബുദ്ധിമുട്ട്. പറ്റില്ല, എനിക്ക് തരാൻ പറ്റില്ല. അതിന് സ്കൂട്ടറിനല്ലല്ലോ ലൈസൻസ്, എനിക്കല്ലേ. അതിന് തനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ നന്നായിട്ട് സ്കൂട്ടർ ഓടിക്കല്ലോ. ഡബ്ല്യു പോലെയാണോ വണ്ടി ഓടിക്കുന്നത്?
ചെലപ്പോ റിയ ഞാനാ ഋഷിയുടെ പോലെ വണ്ടി ഓടിക്കണത്. അതെ. വണ്ടി കൊണ്ടുപോയി നിർത്തുന്നത് റോഡിന്റെ നടുക്കും. ഞാനാണ് നിർത്തി. ഈ സാറാണ് നിർത്തിച്ച്. ഞാനോ? ആ സിഗ്നൽ എത്ര എണ്ണം ഉണ്ടെന്ന് പോലും തനിക്ക് അറിയില്ല. തനിക്ക് എങ്ങനെയാ ഞാൻ ലൈസൻസ് തരാൻ പറ്റില്ല? അതെ, ഭർത്താവ് ലൈസൻസും കൊണ്ട് വരുന്ന കാത്തിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ട് എന്റെ വീട്ടില്. എനിക്ക് ലൈസൻസ് തന്നൂടെ പ്ലീസ്? മാതിരി സാറേ, എന്റെ പൊന്നു സാറല്ലേ, തരില്ല? ഉറപ്പാണ്? ഉറപ്പാണ്? ലൈസൻസ് കിട്ടിയായിരിക്കും. എന്നെ വേണമെങ്കിൽ തിരിച്ചു കളിക്കോ? എങ്ങനെങ്കിലും ലൈസൻസ് ഒന്ന് ഒപ്പിച്ചേരണം പ്ലീസ്. ഇവിടെ തുപ്പാലല്ലേ? ഇവിടെ തുപ്പിക്കോ, വേണമെങ്കിൽ എന്നെ നെഞ്ചത്തും തുപ്പിക്കോ. ലൈസൻസ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. സ്വയംവരൻ, നിങ്ങളുടെ 2 വീലർ ലൈസൻസ്. അത് കൊള്ളാതെ. 200 രൂപയുടെ ലൈസൻസിന് 450 രൂപ ഞങ്ങളുടെ കമ്മീഷൻ എടുക്ക്. ഞാൻ തരാം. 1 2 3 4 5 500 രൂപ. 1 50 രൂപ ചെയ്യുന്നുണ്ടോ? 50 രൂപ ഇല്ല. നിങ്ങളുണ്ടോ? ചേഞ്ചിന്റെ കാര്യത്തിൽ ഇപ്പൊ ഭയങ്കര പ്രതിസന്ധിയാണ്. ഈ രൂപയുടെ മൂല്യം കുറഞ്ഞത് കൊണ്ട് നാണയപ്പെരുപ്പം കുറഞ്ഞിരിക്കുക. നാണയപ്പെരുപ്പം ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ആരെടുത്താ? സത്യശീല, ആരെടുത്താ? ഭിക്ഷക്കാരനെടുത്ത്. നമ്മുടെ ലോകം പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോവാ ചേഞ്ചിന്റെ കാര്യത്തില്. ബസ് കയറിയാ ചേഞ്ച് വേണ്ടേ? കടയിൽ കയറിയാ ചേഞ്ച് വേണ്ടേ? പോസ്റ്റ് ഓഫീസിൽ കയറിയാ ചേഞ്ച് വേണ്ടേ? എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുകയാണ് ദയവായി ചില്ലറ തരൂ എന്ന്. നാണയപ്പെരുപ്പം കുറയ്ക്കാൻ ഗവൺമെന്റിന്റെ പദ്ധതി പ്ലാൻ ചെയ്യാൻ വരെ നാണയമില്ലാതായി. അങ്ങനെ നാണയത്തിന്റെ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കയ്യിലും ചേഞ്ച് ഇല്ല. ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് ആരാണ്? സാറേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ആ കാറിന്റെ ലൈസൻസിന്റെ ഫോമിലൂടെ ഇയാളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാം. അപ്പൊ അതും കൂടെ കൊടുക്കാം. എനിക്ക് കാർ ഓടിക്കാൻ അറിഞ്ഞൂടാ. അതിനെന്താ കുഴപ്പം? കാർ ഓടിക്കൽ പഠിച്ചാ പോരെ, ലൈസൻസ് കിട്ടുമല്ലോ. അപ്പൊ ഒരു 50 ഉറുപ്പിക കൂടി എടുക്ക്, കാറിന്റെ ലൈസൻസിനുള്ളതാ. അതിന് എന്റെ ചില്ലറില്ല. അതല്ലേ പ്രശ്നം. അതെ, ഒരു 100 രൂപയുള്ളു. 100 ഉണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. 50 രൂപ കൊടുക്കണ്ടേ? കൊടുക്കണം. 3 വീലറിന്റെ ഫോമില്ലേ, അതെടുക്കും സാർ. അതിലും കൂടെ ഒപ്പിടിക്കാം. അതും കൊടുക്കാം. എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിഞ്ഞൂടാന്. എന്നെങ്കിലും പണി നഷ്ടപ്പെടുമ്പോ ഓട്ടോ ഓടിച്ച് ജീവിക്കാലോ. ഞാൻ ഒപ്പിടാം. അത് മതി. അപ്പൊ ഇനി ഒരു 50 ഉറുപ്പിക കൂടി കൊണ്ടാ. ഇത് 3 വീലറിന്റെ ലൈസൻസിന്റെ ഫോമിനുള്ളതാ. അതിന് എന്റെ ചില്ലറില്ല. ആകെ ഒരു 500 ഒരു 10 ഉള്ളു. 10 അവിടെ വെച്ചോ. 500 എടുത്തു. ഹെവിയുടെ ഫോമും കൂടി എടുക്കണേ സാറേ. അതിലും കൂടെ ഒപ്പിടിക്കാം. അപ്പൊ ഹെവി ജീപ്പ്, ബസ്, കാറ്, ലോറി എന്ത് വേണം ഓടിക്കാലോ. അതെ, എന്നെ പിന്നെ എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാനുള്ള ലൈസൻസും കൂടി. ഏയ് വെരി സോറി, അത് RTOന്റെ അണ്ടറിൽ വരുന്നല്ലോ. പിന്നെ മായം ഇക്കാണ കളിയെല്ലാം തൊക്കാരും മറിമായം.